പോയ വാരത്തിലെ വത്തിക്കാൻ വിശേഷങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒരു ഹ്രസ്വ സഞ്ചാരം. വത്തിക്കാൻ ഡയറിയിലേക്ക് ഷെക്കീന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വസ്ത്രധാരണം വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഓരോരുത്തരും കഴിക്കുന്നത് മാത്രമല്ല, അവർ ധരിക്കുന്നതും താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. മാർപ്പാപ്പമാരുടെ വസ്ത്രധാരണവും ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമാണ്. ആഴത്തിലുള്ള പ്രതീകാത്മകതയും ശ്രദ്ധയും പിടിച്ചുപറ്റുന്നവയാണ് മാർപ്പാപ്പമാരുടെ വസ്ത്രധാരണം. തീരെ ചെറിയ വിശദാംശങ്ങളിലൂടെ പല മാറ്റങ്ങളിലൂടെ കടന്നുപോയതിന്റെ ഫലമാണ് മാർപ്പാപ്പമാരുടെ വസ്ത്രധാരണം. ലോകത്തിലെ ഫാഷൻ സങ്കല്പങ്ങളിൽ പലതരത്തിലുള്ള പൊളിച്ചെഴുത്തുകൾ നടത്താറുള്ള ഏറ്റവും മികച്ച ഫാഷൻ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് വോഗ് മാഗസിൻ. 2025 ഏറ്റവും മികച്ച വസ്ത്രധാരണം ചെയ്ത വ്യക്തികളുടെ ലിസ്റ്റ് വോഗ് മാഗസിൻ പുറത്തുവിട്ടതിൽ 55-ാമതായി ഇടം പിടിച്ചിരിക്കുന്നത് ലിയോ 14 പാപ്പയാണ്. ലോകപ്രശസ്തരായ കായിക താരങ്ങൾ, അഭിനേതാക്കൾ, ഗായകർ, രാഷ്ട്രീയക്കാർ, മോഡലുകൾ എന്നിവർക്കിടയിൽ നിന്നാണ് പാപ്പയെ വോഗ് മാഗസിൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് മെയ് 8-ാം തീയതി ലോകത്തിന് മുമ്പിൽ ആദ്യമായി ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ ലിയോ പാപ്പ ധരിച്ച ഔദ്യോഗിക വേഷമാണ് വോഗ് മാഗസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ലിയോ 14 പാപ്പയുടെ സഹോദരൻ ജോൺ പ്രിവോസ്റ്റുമായുള്ള അഭിമുഖം നാഷണൽ കാത്തലിക് റിപ്പോർട്ടർ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിരുന്നു. മാർപ്പാപ്പയെക്കുറിച്ചുള്ള പല രസകരമായ വിവരങ്ങളും ഇക്കാര്യത്തിലുണ്ട്. 5 പേരടങ്ങുന്ന പ്രിവോസ്റ്റ് കുടുംബത്തിന് ഒരു കാർ ഉണ്ടായിരുന്നു. കാറിൽ ആദ്യം ആര് കയറും, കാർ ആർക്കാണ് ആദ്യം കിട്ടുന്നത് എന്നീ കാര്യങ്ങളിൽ സഹോദരന്മാർക്കിടയിൽ ചെറുപ്പകാലത്ത് നിരുപദ്രവകരമായ തർക്കങ്ങളുണ്ടായിരുന്നു. എന്നാൽ റോബർട്ട് പ്രിവോസ്റ്റ്, അതായത് ലിയോ പാപ്പ സെമിനാരിയിൽ ചേർന്നതിന് ശേഷം അവധിക്ക് വീട്ടിൽ വരുമ്പോൾ ആ തർക്കം തന്നെ ഇല്ലാതായി. കാരണം എപ്പോഴും അദ്ദേഹത്തിന് കാറിന്റെ കാര്യത്തിൽ മുൻഗണന ലഭിച്ചിരുന്നു എന്നാണ് സഹോദരന്റെ വെളിപ്പെടുത്തൽ. പ്രിവോസ്റ്റ് കുടുംബത്തിലെ അത്താഴം എല്ലാ ദിവസവും 5:30 മണിക്കായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ താൻ വച്ചു വിളമ്പുന്നത് മുഴുവൻ മക്കൾ കഴിക്കണമെന്നും. എല്ലാം കഴിക്കുന്നതിൽ റോബർട്ട് ഒരിക്കലും മടി വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ അങ്ങനെയായിരുന്നില്ല, ജോൺ പ്രിവോസ്റ്റ് പറയുന്നു. മാർപ്പാപ്പ സോസറേറെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നും ഡുവോലിംഗോ എന്ന ആപ്പ് വഴിയാണ് അദ്ദേഹം ജർമ്മൻ പഠിച്ചിരുന്നതെന്നും ഇപ്പോഴും അദ്ദേഹം ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് താൻ സംശയിക്കുന്നതായും ജോൺ പ്രിവോസ്റ്റ് വെളിപ്പെടുത്തുന്നു. ലിയോ 14 പാപ്പയും ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടത്തി. ഡിസംബർ 17 ബുധനാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചത്. ഓസ്ട്രേലിയയിൽ ഹനുക് ആഘോഷങ്ങൾക്കിടയിൽ ബോണ്ടി ബീച്ചിൽ നടന്ന വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഫോൺ സംഭാഷണം. ഡിസംബർ 14 നടന്ന കൂട്ടക്കൊലപാതകത്തിൽ മാർപ്പാപ്പ അനുശോചനം അറിയിക്കുകയും മരണമടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എല്ലാ തരത്തിലുള്ള സെമറ്റിക് വിരുദ്ധ നടപടികളെയും ഫോൺ സംഭാഷണത്തിൽ പാപ്പ അപലപിച്ചു. ഇസ്രായേൽ പ്രദേശത്ത് നടന്നുവരുന്ന സമാധാന നടപടികൾ തുടരണമെന്നും പാപ്പ പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചു. മാൾട്ട പ്രധാനമന്ത്രി റോബർട്ട് അബെലിയും കഴിഞ്ഞയാഴ്ച വത്തിക്കാൻ സന്ദർശിക്കുകയും ലിയോ പാപ്പയുമായി അപ്പസ്തോലിക കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. കാസിൽ ഗൊണ്ടോൽഫയിലെ പോൾ 6 പൊന്തിഫിക്കൽ സ്കൂൾ ലിയോ മാർപ്പാപ്പ സന്ദർശിച്ചു. 300ഓളം കുട്ടികളെയും മാതാപിതാക്കളെയും അധ്യാപകരെയും സ്കൂൾ ജീവനക്കാരെയും സന്തോഷത്തിലാക്കിയ നിമിഷങ്ങളായിരുന്നു അത്. അൽബാനോ ബിഷപ്പ് വിൻസെൻഷ്യോ വിവ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പാട്രിമണി ഓഫ് ദ അപ്പസ്തോലിക് സീ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ജിയോഡാനോ പിച്ചിനോറ്റി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇറ്റാലിയൻ, ലാറ്റിൻ, ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളിൽ കുട്ടികൾ പാപ്പയ്ക്ക് വേണ്ടി ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചു. സ്കൂൾ സന്ദർശിക്കാൻ തന്നെ ക്ഷണിച്ചതിനും മനോഹരമായ സംഗീതം കൊണ്ട് എല്ലാവർക്കും സ്നേഹം നൽകിയതിനും പാപ്പ നന്ദി അറിയിച്ചു. ദൈവം നമുക്കെല്ലാവർക്കും സ്നേഹത്തിന്റെ ദാനം നൽകാൻ ആഗ്രഹിച്ചതാണ് ക്രിസ്തുമസ്. നമ്മിലേക്ക് അടുക്കാൻ ദൈവം ആഗ്രഹിച്ച ദിവസമാണ് ക്രിസ്തുമസ്. ഈ ദിവസത്തിന്റെ സന്തോഷം, ക്രിസ്തുമസിന്റെ സ്നേഹം അനുഭവിക്കാനും ജീവിക്കാനും നമ്മെ അനുവദിക്കട്ടെ എന്നും പാപ്പ പറഞ്ഞു. സ്കൂൾ പാപ്പയ്ക്ക് സമ്മാനമായി നൽകിയത് ടെന്നീസ് റാക്കറ്റാണ്. 1968 വിശുദ്ധ പോൾ 6 പാപ്പ സ്ഥാപിച്ചതാണ് ഈ സ്കൂൾ. ഇവിടെ വിശുദ്ധന്റെ തിരുശേഷിപ്പും സൂക്ഷിച്ചിട്ടുണ്ട്. ഓർമ്മ പ്രത്യാശയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ലിയോ 14 പാപ്പ. പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ ആർക്കിയോളജിയുടെ ശതാബ്ദിയോട് അനുബന്ധിച്ച് പുറപ്പെടുവിച്ച രേഖയിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. ആർക്കിയോളജിയെ സഭയുടെ ഭൗതികവും അജപാലനപരവുമായ ദൗത്യത്തിന്റെ കാതലെന്നാണ് പാപ്പ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിലുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കി മുറിവേറ്റ മനുഷ്യരാശിയോട് വിശ്വസനീയമായി സംസാരിക്കാനുള്ള ഒരു മാർഗമാണ് ആർക്കിയോളജി സഭയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നതെന്നും പാപ്പ പറഞ്ഞു. പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ ആർക്കിയോളജി 1925 ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം സമാധാനത്തിന്റെ ജൂബിലി വർഷത്തിലാണ് ആരംഭിച്ചത്. ക്രൈസ്തവ പുരാവസ്തു ഗവേഷണത്തിന് വത്തിക്കാൻ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്.
മതപരവും ചരിത്രപരവും സാംസ്കാരികവുമായ നിരവധി കാരണങ്ങൾ അതിനു പിന്നിലുണ്ട്. ഭൂതകാലം തേടുക മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേരുകളെ ഇന്നത്തെ ലോകത്തോട് ബന്ധിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. വിശ്വാസത്തിൻ്റെ ചരിത്രപരമായ അടിത്തറയുറപ്പിക്കുക, ആദിമ ക്രൈസ്തവരുടെ ശബ്ദം വീണ്ടും കേൾപ്പിക്കുക, വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള സംവാദം ശക്തമാക്കുക, ക്രൈസ്തവ പൈതൃകം സംരക്ഷിക്കുക, തീർത്ഥാടനത്തിനും ആത്മീയ അനുഭവത്തിനും ആഴം നൽകുക, ആഗോള ക്രൈസ്തവ ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്നിങ്ങനെ വിവിധ ലക്ഷ്യങ്ങളോടെയാണ് പുരാവസ്തു ഗവേഷണത്തിന് വത്തിക്കാൻ പ്രാധാന്യം നൽകുന്നത്. സമർപ്പിത സുപ്പീരിയർ ജനറൽമാരുടെ അന്താരാഷ്ട്ര സംഘടനയുടെ 60ാം വാർഷികാഘോഷങ്ങൾക്ക് മാർപ്പാപ്പ സന്ദേശം നൽകി. ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും തങ്ങളുടെ സേവനങ്ങളും സുവിശേഷ സാക്ഷ്യവും നൽകുന്നതിൽ സന്യസ്ത സഹോദരിമാർക്ക് നന്ദി പറഞ്ഞ പാപ്പ, സുവിശേഷ സാക്ഷ്യം തുടർന്നും നൽകുവാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നും പ്രത്യാശയുടെ തീർത്ഥാടകരും മിഷണറി ശിഷ്യകളുമായി സമർപ്പിത ജീവിതം തുടരുവാനും സമർപ്പിതരെ ആഹ്വാനം ചെയ്തു. 1965 ഡിസംബർ 8 പോൾ ആറമൻ പാപ്പയാണ് സമർപ്പിത സുപ്പീരിയർ ജനറൽമാരുടെ അന്താരാഷ്ട്ര സംഘടന സ്ഥാപിച്ചത്. മലയാളികൾക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു വാർത്തയാകട്ടെ അടുത്തത്. ധർമ്മഗിരി സന്യാസിനി സഭയുടെ സ്ഥാപകൻ ദേവദാസൻ ഫാദർ ജോസഫ് പഞ്ഞിക്കാരനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണ നടപടികളുടെ തിരുസംഘം ഡിഗ്രി പുറത്തിറക്കി. ദേവദാസൻ പഞ്ഞിക്കാരന്റെ മധ്യസ്ഥതയിൽ നടന്നതെന്ന് കരുതപ്പെടുന്ന അത്ഭുതം അംഗീകരിച്ചതോടെയാണ് ധന്യൻ പദവി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ജീവിതത്തെ പെസഹായുടെ വെളിച്ചത്തിൽ വായിക്കാൻ ശ്രമിക്കണമെന്നും ഉത്തിതനായ യേശുവിനൊപ്പം അതിനെ നോക്കണമെന്നും മാർപ്പാപ്പ ബുധനാഴ്ചയിലെ പൊതുദർശന വേളയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. ഹൃദയത്തിലാണ് യഥാർത്ഥ നിക്ഷേപം സൂക്ഷിക്കേണ്ടത്. ഈ ഭൂമിയിലെ നിലവറകളിലോ അനിയന്ത്രിതവും അനീതിപരവുമായ രീതിയിൽ ഭൂമിയിലെ വലിയ സാമ്പത്തികത്തിലോ അല്ല. നമ്മെ സംതൃപ്തരാക്കുമെന്ന യാതൊരുവിധ ഉറപ്പുമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലാണ് നാം വ്യാപൃതരായിരിക്കുന്നത്. നമ്മുടെ ഫലപ്രവൃത്തികളും പ്രായോഗികമായതും സമൂർത്തവുമായ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടവയുമാണ്. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും എന്ന മത്തായി സുവിശേഷകന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാനും പാപ്പ ആഹ്വാനം ചെയ്തു. ബുധനാഴ്ച പൊതുദർശന വേളയ്ക്ക് മുമ്പായി ലിയോ മാർപ്പാപ്പ വിവിധ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരുമായി കൂടിക്കാഴ്ച നടത്തി. ഡിസംബർ 17 ബുധനാഴ്ച പൊതുദർശന വേളയ്ക്ക് മുമ്പായി പോൾ ആറാമൻ ഹാളിൽ വെച്ച് ലിയോ മാർപ്പാപ്പ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തി. തൽഫലമായി 100ഓളം രോഗികൾക്ക് പാപ്പയുമായി നേരിൽ കാണാനും സംസാരിക്കാനും അവസരം ലഭിച്ചു. സാധാരണയായി പൊതുദർശന വേളയിൽ രോഗികൾക്കായി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേക ഇടം ക്രമീകരിച്ചാണ് പാപ്പയെ കാണാനുള്ള സൗകര്യമൊരുക്കുന്നത്. എന്നാൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് മാർപ്പാപ്പയുടെ തന്നെ പ്രത്യേക താൽപര്യപ്രകാരം വ്യക്തിപരമായ കൂടിക്കാഴ്ച ക്രമീകരിച്ചത്. ഡിസംബറിലെ പ്രത്യേക കാലാവസ്ഥ കണക്കിലെടുത്താണ് പാപ്പ ഇത്തരമൊരു മാറ്റം വരുത്തിയത്. ആഗമനകാലത്തിന്റെ അവസാന ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ അവസരത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ പുണ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ചില ധ്യാനചിന്തകളാണ് അപ്പസ്തോലിക് പാലസിന്റെ ജനാലയിൽ നിന്നുകൊണ്ട് ലിയോ മാർപ്പാപ്പ ആഞ്ചലസ് അഡ്രസ്സിൽ നൽകിയത്. യൗസേ പിതാവിന്റെ ഗുണങ്ങളായ ഭക്തി, ദാനധർമ്മം, കരുണ, വിശ്വാസം എന്നിവ ചൂണ്ടിക്കാട്ടി നമ്മെപ്പോലെ ദുർബലനും തെറ്റുപറ്റുന്നവനും അതേസമയം ധീരനും വിശ്വാസത്തിൽ ശക്തനുമായ ഒരു മനുഷ്യനാണ് യൗസേ പിതാവ് എന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. യൗസേ പിതാവിന്റെ ഈ പുണ്യങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിനും നമ്മുടെ ഹൃദയങ്ങളെ പഠിപ്പിക്കുന്നു. രക്ഷാകര ചരിത്രത്തിലെ വളരെ മനോഹരമായ പേജാണ് ദൈവം ഒരു സ്വപ്നത്തിലൂടെ യൗസേ പിതാവിന് തന്റെ ദൗത്യം വെളിപ്പെടുത്തിയ നിമിഷം. ക്ഷമിക്കുക, പ്രോത്സാഹിപ്പിക്കുക, കണ്ടുമുട്ടുകയും ജീവിക്കുകയും ചെയ്യുന്നവർക്ക് പ്രത്യാശ നൽകുക, കർത്താവിലും അവിടുത്തെ പരിപാലനയിലും ശിശു സമാനമായ വിശ്വാസം പുലർത്തുക പാപ്പ ഓർമ്മിപ്പിച്ചു. ലിയോ 14 പാപ്പ ഇറ്റലിയിലെ അപ്പസ്തോലിക് ന്യൂൻഷ്യേച്ചറും സെനറ്റിന്റെ ലൈബ്രറിയും സന്ദർശിച്ചു. 1455 1461 ഇടയിൽ തയ്യാറാക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിന്റെ 2 കയ്യെഴുത്ത് പ്രതികളുടെ പകർപ്പുകൾ സെനറ്റ് ലൈബ്രറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 100-ലധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഇവയുടെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പകർപ്പുകൾ കാണുക എന്ന ഉദ്ദേശ്യവും പാപ്പയുടെ സന്ദർശനത്തിനുണ്ടായിരുന്നു. ലിയോ മാർപ്പാപ്പ എഴുതിയ ആമുഖത്തോടെ ദൈവസാന്നിധ്യത്തിന്റെ അനുഭവം എന്ന ബ്രദർ ലോറൻസിന്റെ പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് വത്തിക്കാൻ പ്രസിദ്ധീകരണശാല പുറത്തിറക്കി. തന്റെ ആത്മീയ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറെ സഹായിച്ചിട്ടുള്ള പുസ്തകമാണ് ദൈവസാന്നിധ്യത്തിന്റെ അനുഭവമെന്ന് തന്റെ ആദ്യ അപ്പസ്തോലിക പര്യടനം കഴിഞ്ഞ് വത്തിക്കാനിലേക്ക് മടങ്ങുന്ന വഴിക്ക് പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പാപ്പ വെളിപ്പെടുത്തിയിരുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ പുസ്തകം എന്നതുപോലെ ഈ പുസ്തകവും തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്നായിരുന്നു പാപ്പയുടെ വെളിപ്പെടുത്തൽ. 1200കളിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് കർമ്മലിത്ത സന്യാസിയായിരുന്നു ബ്രദർ ലോറൻസ്. ദൈവവുമായുള്ള അടുപ്പം വളർത്തിയെടുക്കാനും ദൈവസാന്നിധ്യത്തിന് നമ്മുടെ ഉള്ളിൽ സ്ഥാനം കൊടുക്കാനും അവിടത്തോടത്തുള്ള ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും സഹായിക്കുന്നതാണ്
ബ്രദർ ലോറൻസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെന്ന് പാപ്പ ആമുഖത്തിൽ പറയുന്നു. വത്തിക്കാൻ റേഡിയോ മലയാളത്തിന്റെ 60-ാം വാർഷികം പ്രമാണിച്ച് നടന്ന ചടങ്ങിൽ വിശേഷ സേവനം കാഴ്ചവെച്ച വ്യക്തികളെ ആദരിച്ചു. 1965 മുതൽക്കാണ് വത്തിക്കാൻ റേഡിയോ മലയാളം ആരംഭിച്ചത്. പോൾ ആറാമൻ പാപ്പ ഇന്ത്യ സന്ദർശിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ത്യൻ ഭാഷകളിൽ വത്തിക്കാൻ റേഡിയോ പ്രക്ഷേപണം തുടക്കം കുറിച്ചത്. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ് ഭാഷകളിലും അന്ന് പ്രക്ഷേപണം ആരംഭിച്ചിരുന്നു. തൊഴിൽ മേഖലയിൽ വിദഗ്ധ ഉപദേശങ്ങൾ നൽകുന്ന അസോസിയേഷൻ അംഗങ്ങൾക്ക് ലിയോ പൊന്നലമൻ പാപ്പ കൂടിക്കാഴ്ച അനുവദിച്ചു. അസോസിയേഷന്റെ 60-ാം വാർഷികത്തോട് അനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച. തൊഴിൽ മേഖലകളിൽ മനുഷ്യാന്തസ് മാനിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനും തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കും ഇടയിലുള്ള ഇടനിലക്കാർ എന്ന ഉത്തരവാദിത്തം ശരിയായ രീതിയിൽ നിർവഹിക്കാനും തൊഴിൽ സ്ഥാപനങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. ആഗോള ലോക സമാധാന ദിനം ജനുവരി 1 ആചരിക്കുന്ന വേളയോടനുബന്ധിച്ച് ലിയോ പാപ്പയുടെ സന്ദേശം ഡിസംബർ 18 പ്രസിദ്ധീകരിച്ചു. അക്രമവും യുദ്ധവും ഉപേക്ഷിച്ച് സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകത പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി. സമാധാനം നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണെന്ന് അഭിപ്രായപ്പെട്ട പാപ്പ ആയുധബലത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള സമാധാന സ്ഥാപന ശ്രമങ്ങളെ തള്ളിക്കളഞ്ഞു. ഉദ്ധിതനായ ക്രിസ്തു ശിഷ്യർക്ക് നൽകുന്ന സമാധാനാശംസയായ യോഹന്നാൻ 20:19 തുടങ്ങുന്ന സന്ദേശം ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായി വരുന്ന കർത്താവിനെക്കുറിച്ചും തർക്കങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്തതും യുദ്ധത്തിനായുള്ള ആയുധങ്ങൾ പണിയായുധങ്ങളായി മാറ്റുന്ന ഒരു സമയത്തെക്കുറിച്ചുള്ള ഏഷ്യ പ്രവാചകന്റെ 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളോടെയാണ് അവസാനിപ്പിക്കുന്നത്. 1968 ജനുവരി 1 ആദ്യമായി ആഗോള സമാധാന ദിനം ആചരിച്ചത്. പോൾ ആറാമൻ പാപ്പയായിരുന്നു ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ജീവിച്ച് വീണ്ടും നിരാശയിലേക്ക് തിരികെ പോകരുതെന്ന് പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ. ജീവിതത്തിന്റെ നിരവധി തിരക്കുകൾക്കിടയിൽ ക്രിസ്തുമസിനായി ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങണം. ക്രൈസ്തവ വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കലയുടെയും ഭാഗമായ ക്രിസ്തുമസ് പുൽക്കൂട് പോലെയുള്ള അടയാളങ്ങൾ ശ്രദ്ധാപൂർവം കാത്തുസൂക്ഷിക്കണം. ക്രിസ്തുവിന്റെ വരവനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ശ്രദ്ധയോടെ കാത്തിരിക്കാം. ശ്രദ്ധാപൂർവമായ കാത്തിരിപ്പിലൂടെ യേശുവിന്റെ സ്നേഹസാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെയും ഹൃദയത്തിന്റെയും നിധിയായി മാറും, പാപ്പ പൊതുകൂടിക്കാഴ്ചയിൽ പറഞ്ഞു. ഇനി വത്തിക്കാനിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ചരിത്രത്തിലൂടെ വേഗത്തിലൊന്ന് കടന്നുപോകാം. വത്തിക്കാനിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിന്റെ കേന്ദ്രഭാവമാണ്. നൂറ്റാണ്ടുകളിലൂടെ വളർന്നു വന്ന വിശുദ്ധ പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും സംഗമമായിട്ടാണ് വത്തിക്കാനിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളെ കാണേണ്ടത്. ആദ്യകാല ക്രൈസ്തവ സഭയിൽ ക്രിസ്തുമസ് വലിയ ആഘോഷമായിരുന്നില്ല. യേശുവിന്റെ പീഡാസഹനങ്ങൾക്കും വിയർപ്പിനുമായിരുന്നു അക്കാലത്ത് പ്രാധാന്യം. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് ക്രിസ്തുവർഷം 336 മുതൽക്കാണ് റോമിൽ ഡിസംബർ 25 യേശുവിന്റെ ജനനം ഔദ്യോഗികമായി ആഘോഷിക്കാൻ ആരംഭിച്ചത്. അന്നു മുതൽക്കാണ് വത്തിക്കാനിലെ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത്. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചതു മുതൽ ക്രിസ്തുമസ് സഭയുടെ പ്രധാന തിരുനാളുകളിൽ ഒന്നായി മാറി. ക്രിസ്തുമസ് ഗാനങ്ങളും തിരുപ്പിറവി ദൃശ്യങ്ങളും വത്തിക്കാനിൽ ഇടം പിടിച്ചു. 1223 അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആദ്യമായി പുൽക്കൂട് അവതരിപ്പിച്ചതോടെ അത് വത്തിക്കാനിലെ ചരിത്രത്തിലും ഇടം പിടിച്ചു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിക്കുന്ന പാതിര കുർബാന ക്രിസ്തുമസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായി മാറി. 20-ാം നൂറ്റാണ്ടോടെ വത്തിക്കാനിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ലോകമെമ്പാടും എത്തിത്തുടങ്ങി. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സ്ഥാപിക്കുന്ന ക്രിസ്തുമസ് ട്രീയും വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിച്ചേരുന്ന പുൽക്കൂടുകളും ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി. ഓരോ വർഷവും വ്യത്യസ്ത രാജ്യങ്ങളാണ് വത്തിക്കാനിലേക്ക് ക്രിസ്തുമസ് മരങ്ങൾ കൈമാറുന്നത്. ഡിസംബർ 15 മുതൽക്കാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് വത്തിക്കാനിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ക്രിസ്തുമസ് മരവും പുൽക്കൂടും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്നായിരുന്നു. ഇത്തവണ തിരുപ്പിറവി ദൃശ്യങ്ങളിൽ പ്രോലൈഫ് നേറ്റിവിറ്റി പ്രദർശിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു. മനുഷ്യജീവന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നതാണ് ഗർഭിണിയായി മറിയുമെന്ന് പുൽക്കൂട് സന്ദർശിച്ച അവസരത്തിൽ മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടു. ഡിസംബർ 24 രാത്രി 10 മണിക്കായിരിക്കും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ക്രിസ്തുമസ് കുർബാന അർപ്പിക്കപ്പെടുക. ക്രിസ്തുമസ് ദിനത്തിൽ രാവിലെ 10 മണിക്ക് മാർപ്പാപ്പ ഓർബി എറ്റ് ഓർബി നൽകും. പുൽക്കൂടും ക്രിസ്മസ് മരവും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അടയാളങ്ങളാണെന്ന് വത്തിക്കാൻ ഗവർണറേറ്റ് പ്രസിഡന്റ് സിസ്റ്റർ പെത്രീനി. വത്തിക്കാനിലെ ക്രിസ്തുമസ് പുൽക്കൂടും മരവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സിസ്റ്റർ. 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ബെത്ലഹേമിൽ സംഭവിച്ച തിരുപ്പിറവിയുടെ ഓർമ്മകളിലേക്കാണ് ഓരോ പുൽക്കൂടും നമ്മെ നയിക്കുന്നതെന്ന് സിസ്റ്റർ പറഞ്ഞു. ഇത്തവണത്തെ ക്രിസ്മസ് ട്രീ ബോൾഗനോ രൂപതയിൽ നിന്നാണ് കൊണ്ടുവന്നത്. സെലർണോ പ്രവിശ്യ, നൊച്ചേറെ ഇൻഫീരിയോറെ, സാർണോ രൂപത എന്നിവിടങ്ങളിൽ നിന്നാണ് പുൽക്കൂട് എത്തിച്ചത്.
ക്രിസ്തുമസിന് നൽകാൻ കഴിയുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനം എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുമസ് സമ്മാനം നൽകാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നവരാണെങ്കിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ഈ നിർദ്ദേശം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടും. സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ക്രിസ്തുമസിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നാണ് പാപ്പ പറയുന്നത്. ഇറ്റാലിയൻ കാത്തലിക് ആക്ഷനിലെ യുവജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. കടകളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നതിനേക്കാൾ വിലയേറിയ ഒരു സമ്മാനമായിരിക്കും സമാധാനം. യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു സമ്മാനമാണ് അത്. സംഘർഷത്താൽ മുറിവേറ്റ രാഷ്ട്രങ്ങൾക്ക് സമാധാനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമുക്ക് ദൈനംദിന ബന്ധങ്ങളിലും വീട്ടിലുമായിരിക്കുന്ന ഇടങ്ങളിലും നാം സമാധാനം കൈമാറേണ്ടവരാണ് എന്ന ചിന്തയില്ല. കണ്ടുമുട്ടുന്ന വ്യക്തികളുമായുള്ള വാക്കുകളിലും ഇടപെടലിലുമെല്ലാം ഐക്യവും ബഹുമാനവും ആരംഭിക്കുന്നുണ്ട്. നല്ലവരായിരിക്കാൻ മാത്രമല്ല, എല്ലാ ദിവസവും മികച്ചവരാകാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു, പാപ്പ പറഞ്ഞു. വത്തിക്കാൻ ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ലിയോ മാർപ്പാപ്പ പറഞ്ഞതുപോലെ സമാധാനം സമ്മാനമായി നൽകാൻ കഴിയുന്ന നല്ലൊരു ക്രിസ്തുമസിനായി നമുക്ക് തയ്യാറെടുക്കാം. വത്തിക്കാൻ ഡയറിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ.